ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ബിൻസീസ് ഹോം മെയ്ഡ്. അപ്പോൾ ഇന്നത്തേത് ഒരു സൺഡേ സ്പെഷ്യൽ ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. ഇപ്പോൾ വീട്ടിൽ ബ്രെഡും മുട്ടയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റിനുള്ളിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. പിന്നെ ഞാനിന്ന് ഇതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് ചിക്കനാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കന് പകരം നിങ്ങൾക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതേതൊക്കെയാണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 6 ടേബിൾ സ്പൂണോളം സവാള കുത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഞാൻ വളരെ ചെറുതായി പൊടി പോലെയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഈ സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള ഒന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. ഇതിൽ ചേർത്തിട്ടുള്ള മസാലകളെല്ലാം നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയെല്ലാം നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് മിൻസ്ഡ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചിട്ട് മിക്സിയിലിട്ട് ഒന്ന് കറക്കി പൊടിച്ചെടുത്തതാണ്. ഈ ചിക്കൻ നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തിട്ടുള്ളതായതുകൊണ്ട് ഈ മസാല റെഡിയാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പിന്നെ ഈ ചിക്കനിൽ മസാലയെല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് ചെറു തീയിൽ മൂടി വെച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം നമ്മുടെ ഫില്ലിങ്ങിനായിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കാനുള്ള മുട്ട റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പാലിൻ്റെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ട ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ബ്രെഡാണ്. ഞാൻ ഈ ബ്രെഡിൻ്റെ അരികുവശമൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ അരികുവശമൊക്കെ ഒരു ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അത് നമുക്ക് പിന്നീട് ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ടൊന്നുമില്ല. ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ അരികുവശം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡ് സ്ലൈസും എടുത്ത് മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഈ പാനിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. ബ്രെഡ് മുട്ടയിൽ മുക്കുമ്പോൾ സൂക്ഷിക്കണം. ഒരുപാട് നേരം അത് മുക്കി വെച്ച് കഴിഞ്ഞാൽ ബ്രെഡൊക്കെ നനഞ്ഞ് കുതിർന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേഗം തന്നെ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാത്രമൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വക്കുള്ള പാത്രം നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മളിതിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അതൊക്കെ പുറത്തേക്ക് പോകും. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ചിക്കൻ്റെ ഫില്ലിങ്ങിന് പകരമായിട്ട് വേറെയും കുറേ ഫില്ലിങ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിലൊന്നാമത്തെയാണ് മുട്ടയുടെ ഫില്ലിങ്. അതായത് മുട്ട പുഴുങ്ങിയിട്ട് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. അതിനകത്ത് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി മിക്സ് ചെയ്തിട്ട് അതൊരു ലെയറായിട്ട് വെച്ച് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ന്യൂഡിൽസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ന്യൂഡിൽസ് അത്രയ്ക്ക് ഹെൽത്തി ഒന്നുമല്ല. അതുകൊണ്ട് ന്യൂഡിൽസ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാതെ അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തിട്ട് അതൊരു ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് സാൻഡ്വിച്ച് ഫില്ലിംഗ് ആണ്. അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസിൻ്റെ കൂടെ കുറച്ച് മയണൈസും കൂടി ചേർത്തിട്ട് ഒരു ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം. പിന്നെയും കുറേ ഓപ്ഷൻസ് ഉള്ളത് പനീർ, ബീഫ്, ക്രാബ് അതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ള ഫില്ലിംഗ് എന്ന് വെച്ചാൽ ആ ഫില്ലിംഗ് വെച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ഫില്ലിംഗ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ലെയർ ഗ്രേറ്റഡ് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മോൺസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മോൺസറല്ല ചീസോ ചെഡാർ ചീസോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു ലെയറും കൂടി ബ്രെഡ് വെച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ മുട്ടയിൽ ഒന്ന് മുക്കിയിട്ട് വേണം ഈ ബ്രെഡിൻ്റെ സ്ലൈസൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള പാൻ ആണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് 14 സ്ലൈസ് ബ്രെഡ് വേണ്ടി വരും. ഇപ്പോൾ എൻ്റെ അടുത്ത് അത്രയും ബ്രെഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ബ്രെഡിൻ്റെ അരികുവശം ഉണ്ടല്ലോ, അത് പൊടിച്ചെടുത്തതാണിത്. അത് ഞാൻ ഈ ബാക്കി വന്നിരിക്കുന്ന മുട്ടയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വന്നിരിക്കുന്ന പോർഷനൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം.
നിങ്ങളുടെ കയ്യിലിപ്പോൾ ബ്രെഡ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫുള്ളായിട്ട് ബ്രെഡ് കൊണ്ട് തന്നെ ഇത് കവർ ചെയ്തെടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്രെഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തേ ഉള്ളൂ. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഡയറക്റ്റായിട്ട് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാതെ ഇതുപോലൊരു പാനിന് മുകളിലായിട്ടാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഈ പാൻ ഓൾറെഡി 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഈ പാത്രം വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ അടിഭാഗമൊക്കെ ഇപ്പോൾ കറക്റ്റ് നല്ലൊരു ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി മുകൾ ഭാഗം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണ്ടേ. ഈ പാത്രത്തിൽ തന്നെ തിരിച്ചിടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ഞാനിതിപ്പോൾ വേറൊരു പാത്രത്തിലേക്കാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കത് ഇതിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി ഇത് മൂടി വെക്കണമെന്നൊന്നുമില്ല. ഇതുപോലെ തന്നെ ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അടിഭാഗം കൂടി ഒന്ന് ബ്രൗൺ കളറായി കിട്ടും. അങ്ങനെ ഇപ്പോൾ മുട്ടയും ബ്രെഡും ചിക്കനും ഒക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിനുള്ളിൽ ചിക്കനും ചീസും ഒക്കെ ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും മറക്കാതെ ഉണ്ടാക്കി നോക്കണം. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെയും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.